നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. വിലാപയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ കോഴിക്കോട് കോട്ടുളി. കാഞ്ഞിരക്കോട് വനംവകുപ്പ് കേസെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർത്താൽ എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം പുതിയതായി പണി കഴിപ്പിച്ച സർവീസ് റോഡ് ഇടിഞ്ഞു. മേഖലയിൽ ഗതാഗതക്കുരുക്ക്. വാഹനങ്ങൾ കടത്തിവിടുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ. ദേശീയപാത ചെങ്ങാപ്പിനിയിൽ ടിപ്പർ ലോറി ഇടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കയ്പമംഗലം സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജിൽ തീ പിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ വൈദികരും സന്യാസിനും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി KB ലിബീഷ് ചേരുന്നു. ലിബീഷ്, എങ്ങനെയാണ് വിലാപയാത്രയുടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? പ്രിയങ്ക, അല്പം മുമ്പാണ് വിലാപയാത്ര സ്വരാജ് റൗണ്ടിലൂടെ കടന്നുപോയത്. തൃശൂർ വ്യാകുലമാതാവൻ ബസിലിക്ക പള്ളിയിൽ നിന്നാണ് വിലാപയാത്ര ആരംഭിച്ചത്. വൈദികരും കന്യാസ്ത്രീകളും സാധാരണക്കാരും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ഈ വിലാപയാത്രയിൽ പങ്കുചേർന്നത്. ജേക്കബ് തൂങ്കുഴി പിതാവിനോടുള്ള അവരുടെ ആദരവാണ് ഈ വിലാപയാത്രയിലൂടെ പ്രകടിപ്പിച്ചത്. രാവിലെ മുതൽ തന്നെ വിവിധ ഇടവകളിൽ നിന്നുള്ള നിരവധി വിശ്വാസികൾ തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ വിലാപയാത്രയിൽ പങ്കുചേർന്നു. സ്ത്രീകളും കുട്ടികളുമൊക്കെ വിലാപയാത്രയിൽ അണിനിർന്നത് കാണാമായിരുന്നു. വിലാപയാത്ര ഇപ്പോൾ തൃശ്ശൂർ ലൂർദ് പള്ളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൂർദ് പള്ളിയിൽ വിലാപയാത്ര സമാപിക്കും. തുടർന്ന് 5 മണിക്ക് അവിടെ ശുശ്രൂഷകൾ ആരംഭിക്കും. 5 മണിക്ക് ശുശ്രൂഷകൾക്ക് ശേഷം ഇന്ന് വിലാപയാത്ര അവിടെ സമാപിച്ചതിന് ശേഷമുള്ള ശുശ്രൂഷകളാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം നാളെയാണ് മറ്റ് കബറടക്കത്തിൻ്റെ ശുശ്രൂഷകളുടെ അടുത്ത ഘട്ടം നടക്കുക. 2ാം ഘട്ട ശുശ്രൂഷകൾ നാളെയാണ് ലൂർദ് പള്ളിയിൽ നടക്കുന്നത്. ലൂർദ് പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ്പുമാരായ മാർ റാഫേൽ തട്ടിൽ, ജോർജ് ആലഞ്ചേരി തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ 27ഓളം ബിഷപ്പുമാരും വിവിധ ഘട്ടങ്ങളിലായി ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിന്നും മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഭൗതികദേഹം തൃശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. അവിടെ പ്രാരംഭ പ്രാർത്ഥന നടന്നു. മാർ ബോസ്കോ പുത്തൂരാണ് പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചത്. തുടർന്ന് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നേതൃത്വത്തിൽ 1ാം ഘട്ട കബറടക്ക ശുശ്രൂഷ നടന്നു. കബറടക്ക ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:15 തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്ക പള്ളിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുവന്നു. അവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ബസിലിക്ക പള്ളിയിലെത്തി പ്രിയ പിതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ രംഗത്തെ നിരവധി പ്രമുഖർ പിതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബസിലിക്കയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ ലൂർദ് പള്ളിയിൽ അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തി അന്തിമോപചാരം അർപ്പിക്കും. അതോടൊപ്പം തന്നെ വിവിധ സഭകളുടെ തലവന്മാരും മറ്റ് മതസ്ഥരുമൊക്കെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വിലാപയാത്ര അല്പസമയത്തിനകം ലൂർദ് പള്ളിയിലേക്ക് എത്തിച്ചേരും. പ്രിയങ്ക. ലിബീഷ്, നമുക്കറിയാം സാംസ്കാരിക നഗരിക്ക് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് പിതാവ്. ആ പിതാവിനെ, തങ്ങളുടെ പിതാവിനെ അഭിവാദ്യം അർപ്പിക്കാനായിട്ട് നഗരം എങ്ങനെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? തൃശ്ശൂരുമായി വളരെയധികം ആത്മബന്ധമുള്ള, ഹൃദയമടുപ്പമുള്ള ഒരു പിതാവായിരുന്നു ജേക്കബ് തൂങ്കുഴി. അദ്ദേഹം പാലായിൽ ജനിച്ചു, പിന്നീട് മലബാറിൽ വളർന്നു. അതിനുശേഷം അവിടെ മലബാറിൽ സേവനമനുഷ്ഠിച്ചു. 97-ലാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. 10 വർഷമാണ് തൃശ്ശൂർ അതിരൂപതയെ മാർ ജേക്കബ് തൂങ്കുഴി നയിച്ചത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ജോസഫ് കുണ്ടുകുളത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രവർത്തന ശൈലിയായിരുന്നു ജേക്കബ് തൂങ്കുഴിയുടേത്. മാർ കുണ്ടുകുളമാണെങ്കിൽ വളരെ ഷാർപ്പായ, വളരെ കണിശക്കാരനായ ഒരു പിതാവായിരുന്നു. എന്നാൽ മാർ
ജേക്കബ് തൂങ്കുഴി തൻ്റെ സൗമ്യമായ വാക്കുകളിലൂടെ അതോടൊപ്പം തന്നെ തൻ്റെ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെയൊക്കെ ഒരുപാട് പേരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിയ ഒരു പിതാവായിരുന്നു. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ആത്മീയ ആചാര്യനായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി. തന്നെ സന്ദർശിക്കാൻ എത്തുന്നവർ നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടാണ് എത്താറുള്ളത്. എന്നാൽ അതെല്ലാം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും തനിക്ക് വേണ്ട. അങ്ങനെ എന്തെങ്കിലും സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു സാരിയോ തുണിത്തരമോ ഒക്കെ ആയാൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ താൻ നൽകാമെന്ന് പറഞ്ഞതോടുകൂടി ആളുകൾ ആ രീതിയിലുള്ള സമ്മാനങ്ങളുമായിട്ടാണ് എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോഴും ഈ വിലാപയാത്ര അല്ലെങ്കിൽ പൊതുദർശനത്തിലൊക്കെ അങ്ങനെയുള്ള വസ്ത്രങ്ങളും സാരികളും ഒക്കെയാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ആളുകൾ കൊണ്ടുവന്നത്. പിന്നീട് അതിരൂപതാ നേതൃത്വം ഇത് നിർധനരായ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 വർഷം അദ്ദേഹം ഈ നഗരിയുടെ ഈ നാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിനൊപ്പം തന്നെയാണ് നിന്നത്. തൃശ്ശൂർ പൂരത്തിനൊപ്പം എന്നും നിലകൊണ്ട ഒരു പിതാവായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി. മുൻപ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും പൂരം ഭംഗിയായി തന്നെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളിലൊക്കെ അദ്ദേഹം വ്യാപൃതനാവുകയും ചെയ്തു. തൃശ്ശൂരിൻ്റെ അഭിമാന സ്തംഭങ്ങളായ സഭയുടെ അഭിമാന സ്തംഭങ്ങളായ നിരവധി സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിന് നേതൃത്വം നൽകിയ പിതാവായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി. തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ എയ്ഡ്സ് രോഗികൾക്കായുള്ള മാർ കുണ്ടുകുളം ഹോം ഉൾപ്പെടെയുള്ള നിരവധി പ്രശസ്തങ്ങളായ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം പടുത്തുയർത്തുന്നതിൽ അദ്ദേഹം നിരവധി നേതൃത്വം നൽകുകയുണ്ടായി. തൃശ്ശൂരിൻ്റെ എല്ലാ പരിപാടികളിലും തന്നെ മാർ ജേക്കബ് തൂങ്കുഴിയുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. അങ്ങനെ വളരെ ഇഴയടപ്പമുള്ള ഒരു ആത്മീയ ആചാര്യനെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന തീർച്ചയായിട്ടും തൃശ്ശൂർ ജനതയുടെ ഹൃദയത്തിലുണ്ട്. പ്രിയങ്ക. ശരി ലിബീഷ്. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ പുഷ്പാഞ്ജലി. ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ വൈദികരും സന്യാസ്തരും ഉൾപ്പെടെ കുട്ടികളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ലിബീഷാണ്. മറ്റു വാർത്തയിലേക്ക്. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനം വകുപ്പ് കേസെടുത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപമാണ് ഉപരോധം നടന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നാണ് കാഞ്ഞിരക്കോട് സ്വദേശി മിഥുൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. കുറ്റക്കാരനായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മിഥുന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് കുടുംബത്തിന് നീതി കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഈ അമ്മ ജീവിക്കണ്ട ഒരു അമ്മ കാര്യങ്ങൾ പാർട്ടിയാണ് ചെയ്യുക. ഒരു പാർട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് ആളെ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ ഇവിടെ നിന്നിട്ട് ബൈക്ക് കൊടുത്ത് ഞാൻ സാറിന് ഇന്ത്യയിൽ റെക്കോർഡുണ്ട്. 24 മണിക്കൂർ നടപടി ഉണ്ടാവും പറഞ്ഞതാ. ഒരു നടപടി ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് തീരുമാനം. എയിംസിനു വേണ്ടി തൃശൂരിൽ സ്ഥലം തരാത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ അവിണിശ്ശേരി പാലക്കൽ ക്ഷേത്രത്തിന് സമീപം നടന്ന കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ എയിംസ് വന്നാൽ MP എന്ന നിലയിൽ എനിക്ക് ശരിയാകും, അതിനെ തടയുകയാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂരിൽ എയിംസ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അനുവദിക്കാത്തതിനു പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തൃശൂരിൽ എയിംസിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് ചീഫ് സെക്രട്ടറി അയച്ച കത്തിൽ ഉള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. 2016 മുതൽ കേരളത്തിന് എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൽ എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതുമാണ്. പലതവണ അത് സഭയിൽ അടക്കം പറഞ്ഞിട്ടുമുണ്ട്. വികസന കാര്യത്തിൽ ആലപ്പുഴ വരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണെന്നും അതുകൊണ്ടാണ് എയിംസ് ആലപ്പുഴയിൽ വരട്ടെ എന്ന് താൻ നിലപാട് സ്വീകരിച്ചതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇടുക്കിക്ക് ഒരു സർപ്രൈസ് വികസനം കാത്തിരിപ്പുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിന് മുന്നോടിയായി ഫണ്ട് ഉപയോഗിച്ച് അവിണിശ്ശേരി പഞ്ചായത്തിൽ നിർമ്മിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, അവിണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ എന്നിവർ പങ്കെടുത്തു.
അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ മുരിങ്ങൂർ ജംഗ്ഷനിൽ മണ്ണിടിഞ്ഞു. തൃശൂർ എറണാകുളം റൂട്ടിൽ മുരിങ്ങൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് എതിർവശത്തായിരുന്നു മണ്ണിടിഞ്ഞത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് 7 അടിയോളം ആഴത്തിൽ തയ്യാറാക്കിയ കാനയുടെ മണ്ണാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത്. 20 മീറ്ററോളം ഇടിച്ചിൽ സംഭവിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. ഇതേ തുടർന്ന് ഗതാഗത സ്തംഭനവും രൂക്ഷമായി. മണ്ണിടിഞ്ഞ ഭാഗത്തടക്കം കാനയുടെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുമുണ്ട്. എങ്കിലും മഴ തുടർന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിയുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരിക്കുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് നാളെ പുനരാരംഭിച്ചേക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ എ. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി. മേനോൻ എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാലിയേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചതിന് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുക്കിയ ടോൾ ആയിരിക്കുമോ ഇനി മുതൽ ഈടാക്കുക എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷമേ വ്യക്തമാകൂ. ദേശീയപാത ചെന്ത്രാപ്പിനിയിൽ ടിപ്പർ ലോറി ഇടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കാളമുറിയിലെ CJ ആൻഡ് കമ്പനി ബെഡ് എംപോറിയം ഉടമ കയ്പമംഗലം സ്വദേശി ചൂലൂക്കാരൻ 89 വയസ്സുള്ള സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. CJ സെയ്ദ് മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോഡിലേക്ക് വീണ CJയുടെ ദേഹത്തുകൂടെ ടിപ്പർ ലോറി കയറിയിറങ്ങുകയായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ എക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചിറ്റണ്ട തൃക്കണ്ണ പതിയാരം സെന്ററിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. യുവാവിന് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി പുത്തൻതൊടി വീട്ടിൽ വിഷ്ണു വിവേകിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ പാതയോരത്തെ കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇരട്ടപ്പുഴ കണ്ണമ്മൂട് ഹെവല്ലി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കല്ലിപ്പറമ്പിൽ ഷഹാർബിന്റെ വീട്ടിലാണ് സംഭവം. ഷഹർബാന്റെ മക്കളാണ് ഫ്രിഡ്ജിന്റെ തീപിടിക്കുന്നത് കണ്ടത്. ഷഹർബാന്റെ 80 വയസ്സുള്ള കിടപ്പ് രോഗിയായ മാതാവിനെ പുറത്തേക്ക് എത്തിച്ച ഉടൻ ഉഗ്രശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വീടിന്റെ ചുമരിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ മറ്റു സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുലർച്ചെ ഒരു 3 മണി 2:45 സമയത്താണ് പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ മോൾക്ക് ഉണർച്ച വന്നതാണ്. അപ്പോൾ മോൾക്ക് ഉണർച്ച വന്ന് നോക്കിയപ്പോൾ അകത്ത് വിളിച്ചു. അപ്പോൾ അവൾ എനിക്ക് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് നിന്ന് കത്തുന്നു. അപ്പോൾ അവൾ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഫ്രിഡ്ജ് കത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിച്ചെടുപ്പിച്ച് അപ്പോഴേക്കും ഞാനും ഉമ്മാനെ താങ്ങിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ഞാനും ഉമ്മയും കൂടി വാതിലിൻ്റെ അവിടെ വീണ് ഉമ്മാനെ എടുത്തിട്ട് കൊന്തറിയില്ല. ഉമ്മ നടക്കാനൊന്നും വയ്യാത്ത തളർന്ന് കിടക്കുന്ന ആളാണ് ഉമ്മ. എന്നിട്ട് അപ്പോഴേക്കും ആൾക്കാരൊക്കെ എല്ലാവരും അയൽവാസികളൊക്കെ വന്ന് എല്ലാവരും വന്നിട്ട് ഉമ്മാനെ കൊണ്ടുപോയി താഴത്തേക്ക് ഞങ്ങളെല്ലാവരും പോയി. SNDP യോഗം തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ആചരിച്ചു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന സമാധി ദിനാചരണം ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് IT പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, മോഹൻ കുന്നത്ത്, TR രഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. ബ്രഹ്മചാരി ശേഷം പറഞ്ഞത് ലോകം കണ്ട. ചാലക്കുടി SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ സമാധി ദിനം ആചരിച്ചു. കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ സമാജം സെക്രട്ടറി AT ബാബു, SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മനോജ് പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര മേൽശാന്തി K ബാബുലാലിൻ നേതൃത്വത്തിൽ സമാധി ദിനാചരണ പൂജകൾ നടത്തി. ഗുരുദേവ കൃതിയുടെ പാരായണം, അഖണ്ഡന ജപം, പ്രാർത്ഥന തുടങ്ങിയവ നടത്തി. നാരായണേന്ദ്രായ
തസ്മൈ ശ്രീകായ മമദാരഹിതാത്മനെ. കൊടുങ്ങല്ലൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ 98ാമത് മഹാസമാധി ആചരിച്ചു. ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ ദൈവിക യോഗത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂജ, സമൂഹാർച്ചന, പ്രഭാഷണം, ധ്യാനം, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ഡോക്ടർ TS വിജയൻ ഗുരുപദം സമാധി ദിന സന്ദേശം നൽകി. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് രാജേഷ് ശേഖരൻ അധ്യക്ഷനായിരുന്നു. മാനേജ്മെന്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ശ്രീവത്സൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീനാരായണ പ്രവർത്തകനായ ജയറാം കടവിൽ, പ്രിൻസിപ്പൽ M പ്രവീൺ, പ്രധാന അധ്യാപിക CS ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് മലമ്പുഴയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിക്കുട്ടിക്ക് തൃശൂരിൽ ചികിത്സ. അകമലമാരം ചേമ്പറയിലെ പറമ്പിലാണ് 1 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺപുലിക്കുട്ടിയെ കണ്ടെത്തിയത്. വലവെച്ച് പിടികൂടിയ പുലിക്കുട്ടിക്ക് പുത്തൂരിലാണ് ചികിത്സ നൽകുന്നത്. പുലിക്കുട്ടി ആഹാരം കഴിക്കുന്നതായും കാലിന് പരിക്കുള്ളതിനാൽ നാളെ എക്സ്റേ എടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുന്നംകുളം തിരുത്തിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ കസ്റ്റഡിയിലെടുത്തു. തിരുത്തിക്കാട് ബണ്ടിന് സമീപം ഇന്നലെ വൈകിട്ടാണ് സംഭവം. കിഴൂർ സ്വദേശി അതുലിനാണ് പരിക്കേറ്റത്. തിരുത്തിക്കാട് സ്വദേശികളായ 3 പേർ ബൈക്കിൽ പോകുന്നതിനിടെ കിഴൂർ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നവരുമായി നടന്ന വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കിഴൂർ സ്വദേശികളായ ആദിത്യൻ, അതുൽ, മോഹൻദാസ്, ഭാവദാസ്, വിഷ്ണു, ലിബിൻ, അതുൽ എന്നിവരും തിരുത്തിക്കാട് സ്വദേശികളായ പ്രണോയ്, ആദർശ്, നന്ദു എന്നിവരും തമ്മിലാണ് സംഘർഷം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. കേളി കലാ സാംസ്കാരിക വേദി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പ്രോത്സാഹന പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. തൃശൂർ അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന പുരസ്കാര വിതരണം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ബിജു ഉള്ളാട്ടിൽ അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ്, അഡ്വക്കേറ്റ് PR ജയകുമാർ, TR സുബ്രഹ്മണ്യൻ, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂർ ജില്ലയിൽ ആദ്യമായി അരങ്ങേറിയ പിക്കിൾ ബോൾ ടൂർണമെന്റിന് ആവേശകരമായ പ്രതികരണം. പ്രായവ്യത്യാസമില്ലാതെ നിരവധി പേർ ടൂർണമെന്റിന്റെ ഭാഗമായി. രാജ്യത്ത് അതിവേഗം വളരുന്ന കായിക വിനോദമായ പിക്കിൾ ബോൾ തൃശൂരിന്റെ കോർട്ടിലുമെത്തി. പുഴയ്ക്കൽ കിണറ്റിങ്കൽ ടെന്നീസ് അക്കാദമിയിൽ നടന്ന ജില്ലയിലെ ആദ്യ ടൂർണമെന്റിൽ 100-ലേറെ പേർ കളത്തിലിറങ്ങി. പിക്കിൾ ബോൾ ആരോഗ്യത്തിനും ആനന്ദത്തിനും എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ഡിസ്ട്രിക്ട് പിക്കിൾ ബോൾ അസോസിയേഷനും തൃശൂർ ടെന്നീസ് ട്രസ്റ്റും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിസ്ട്രിക്ട് പിക്കിൾ ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഗീവർ സക്കറിയ, വൈസ് പ്രസിഡന്റുമാരായ കെന്നി പാപ്പു, ഫ്രാൻസിസ് തറയിൽ, സെക്രട്ടറി ഡാനിയൽ ഡേവിസ്, തൃശൂർ ടെന്നീസ് ട്രസ്റ്റ് സെക്രട്ടറി അംജാദ് ഷഹീർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ അതിവേഗം പ്രചാരം വർദ്ധിച്ചു വരുന്ന ഗെയിമാണ് പിക്കിൾ ബോൾ. രാജ്യത്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത 60,000-ഓളം കളിക്കാരുണ്ട്. വിനോദത്തിന് വേണ്ടി കളിക്കുന്നവർ അതിന്റെ 10 മടങ്ങ് വരും. കേരളവും ഒട്ടും പിന്നിലല്ല. ഇക്കൊല്ലം സംസ്ഥാനത്ത് 3 ടൂർണമെന്റ് നടന്നു കഴിഞ്ഞു. പിക്കിൾ ബോളിന്റെ ജനപ്രീതിക്ക് പല കാരണങ്ങളുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും കളിക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 80 വയസ്സിന് മുകളിലുള്ളവർക്കും കളത്തിലിറങ്ങാനാകും. അതുകൊണ്ട് തന്നെ മുത്തച്ഛന്മാരും മുത്തശ്ശികളും പേരക്കുട്ടികളുമായി കളിക്കുന്നത് സാധാരണയാണ്. പഠിച്ചെടുക്കാനും എളുപ്പമാണ്. അരമണിക്കൂർ പരിശീലിച്ചാൽ സാമാന്യം നന്നായി കളിക്കാം. നല്ല വ്യായാമം നൽകുന്ന ഈ കളി ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രയോജനപ്പെടും. കളി ഉപകരണങ്ങൾക്ക് വലിയ ചിലവില്ല. ഇൻഡോർ കോർട്ട് വേണമെന്നില്ല. ചെറിയ സ്ഥലം മതിയാകും. ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടിന്റെ അതേ വിസ്തീർണമാണ് പിക്കിൾ ബോളിനും വേണ്ടത്. ടെന്നീസിനെ പോലെ താഴ്ത്തി കെട്ടിയ നെറ്റാണ് ഉപയോഗിക്കുന്നത്. നടുക്ക് 34 ഇഞ്ചും വശങ്ങളിൽ 36 ഇഞ്ചും പൊക്കമുണ്ടാകും.
ടെന്നീസ് ബോളിനേക്കാൾ വലിപ്പമുള്ള നിറയെ ദ്വാരങ്ങളുള്ള പ്ലാസ്റ്റിക് ബോളുകളാണ് പിക്കിൾ ബോളിൻ്റേത്. പന്ത് തട്ടാനുള്ള റാക്കറ്റിനെ പാഡിൽ എന്ന് വിളിക്കുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ ടെന്നീസിന്റെയും ബാഡ്മിന്റന്റെയും ടേബിൾ ടെന്നീസിന്റെയും മിശ്രിതമാണ് ഈ കളിയെന്ന് പറയാം. എന്നാൽ പിക്കിൾ ബോളിന് മാത്രമായി ചില നിയമങ്ങളുണ്ട്. കിച്ചൺ നിയമം, ഇരട്ട ബൗൺസ് നിയമം, അണ്ടർഹാൻഡ് സെർവ് എന്നിവയാണ് അവയിൽ പ്രധാനം. 2 പോയിന്റ് വ്യത്യാസത്തോടെ ആദ്യം 11 പോയിന്റ് കിട്ടിയ ടീമാണ് വിജയിക്കുക. അപ്പോൾ എങ്ങനെയാ, പാടിൽ കയ്യിലെടുക്കുമല്ലേ? നമുക്ക് പറന്ന് കളിക്കാന്നേ. ക്യാമറമാൻ പ്രവീണിനൊപ്പം KB ലിബീഷ്, TCV. പിഷാരോടി സമാജം സാഹിത്യ പുരസ്കാര സമർപ്പണവും പിഷാരോടി എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സ്കോളർഷിപ്പ് വിതരണവും തൃശൂരിൽ നടന്നു. കൗസ്തുംഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുളസീദളം സാഹിത്യ പുരസ്കാരവും എഴുത്തുകാരനും പ്രഭാഷകനുമായ PR നാഥന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനും, തുളസീദളം സർഗ പ്രതിഭാ പുരസ്കാരം എഴുത്തുകാരൻ രാജഗോപാൽ ആനയത്തിന്, തുളസീദളം ചീഫ് എഡിറ്റർ AP സരസ്വതിയും സമർപ്പിച്ചു. പിഷാരടി സമാജം പ്രസിഡന്റ് A രാമചന്ദ്ര പിഷാരടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KP ഹരികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KP മുരളി, VP മധു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി നടത്തുന്ന മാറ്റൊലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തിങ്കളാഴ്ച ചാവക്കാട് സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അരവിന്ദൻ പല്ലത്ത്, കൺവീനർ KJ ജലീജ് എന്നിവർ അറിയിച്ചു. ഉച്ചയ്ക്ക് 2:30 ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടുകൂടി സ്വീകരണവേദിയായ താലൂക്ക് ഓഫീസ് പരിസരത്തേക്ക് സന്ദേശയാത്ര എത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. 15 കാസർഗോഡ് നിന്ന് തുടങ്ങിയ സന്ദേശയാത്ര 27 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും. KPSTA ഭാരവാഹികളായ KK ശ്രീകുമാർ, TU ജയ്സൺ, CJ റൈമൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാനസികാരോഗ്യത്തിനായുള്ള ആഗോള സൗജന്യ മലയാളി കൗൺസിലിംഗ് പദ്ധതിയായ കേൾക്കാം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവന്റീവ് ഡോക്ടർ T ടിജു തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാഗസിൻ കവർ പേജിന്റെ പ്രകാശനവും വീഡിയോ ലോഞ്ചിങ്ങും കേൾക്കാം കൗൺസിലേഴ്സിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. 080-699-65050 എന്ന കേൾക്കാം ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഉദ്ഘാടനം ഡോക്ടർ T ടിജു തോമസ് നിർവഹിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈക്കോളജിസ്റ്റും പ്രത്യാശ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം M ജോസഫ്, നടനും സംവിധായകനുമായ ടോം ഇമ്മട്ടി, സീനിയർ സോളിസിറ്റർ ഫ്രാൻസിസ് മാത്യു, സുഭാഷ് ചന്ദ്രൻ, VV റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആത്മഹത്യ, മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി UK കേന്ദ്രീകരിച്ച് ലോകമെമ്പാടുമുള്ള 1000-ലധികം വരുന്ന സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, സാമൂഹിക പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കൈകോർത്തുകൊണ്ടാണ് കേൾക്കാം എന്ന പേരിൽ സൂയിസൈഡ് പ്രിവെൻഷൻ ഗ്ലോബൽ മലയാളി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ 130ഓളം വരുന്ന കേൾക്കാം കൗൺസിലേഴ്സ് ബാഡ്ജ് സ്വീകരിച്ച് പ്രതിജ്ഞ എടുത്തു. നിങ്ങളെ കേൾക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1000ഓളം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കേൾക്കാം എന്ന ഈ പ്രൊജക്റ്റിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാണ്. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ ബിരുദദാന ചടങ്ങ് തൃശൂരിൽ നടന്നു. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ വിവിധ സൈക്കോളജി കോഴ്സുകളിൽ പഠനം പൂർത്തീകരിച്ച 100ഓളം വിദ്യാർത്ഥികളുടെ ബിരുദദാനമാണ് നടന്നത്. മികച്ച പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡും പ്രത്യാശയുടെ ബെസ്റ്റ് സ്റ്റാർ പെർഫോമർ അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ കൂപ്പണിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്കുള്ള സമ്മാനവും നൽകി.
പ്രത്യാശ ഫൗണ്ടർ ഡയറക്ടറും ബ്രിട്ടീഷ് സൈക്കോളജി അസോസിയേറ്റ് ഫെലോയും അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ മെമ്പറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, വിശിഷ്ടാതിഥികളായ ഐജിനെറ്റ് ചെയർമാൻ കെ ഷൈൻ, CTDS ചെയർമാൻ സുധീർ ബാബു, IITS സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അജയ് സെബാസ്റ്റ്യൻ, പ്രത്യാശ സ്റ്റാഫ് പ്രതിനിധികളായ ഋതുപർണ, ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു. മനഃശാസ്ത്ര പഠനത്തിനൊപ്പം മികച്ച പരിശീലനവും നൽകുന്ന പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ബിരുദ, ഡിപ്ലോമ, PG കോഴ്സുകൾ വിദഗ്ധരായ അധ്യാപകരുടെയും പരിശീലകരുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്നു. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യാശയുടെ തന്നെ പ്ലേസ്മെന്റ് ഹബിലൂടെ ഇന്റേൺഷിപ്പ് സൗകര്യവും ലഭ്യമാക്കുന്നു. ഫാമിലി, ചൈൽഡ്, അഡൽട്സ് കൗൺസിലിംഗ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രത്യാശ സ്കൂൾ, കോളേജ്, സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകളും 18 വർഷമായി സൗജന്യ കൗൺസിലിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു പോരുന്നു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വെർച്വൽ റിയാലിറ്റി എക്സ്പോഷർ തെറാപ്പിയും പ്രത്യാശയുടെ പ്രത്യേകതയാണ്. ചാലക്കുടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഓണാഘോഷം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ MP സാവത്രി ലക്ഷ്മണൻ, മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത, ഫാദർ വർഗീസ് പത്താടൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കേരളവർമ്മ വായനശാല ഹാളിൽ ചേർന്ന യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ബിപിൻ P ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KD ബാഹുലയൻ, NK പ്രമോദ് കുമാർ, അജിത് കുമാർ, സംഘം വൈസ് പ്രസിഡന്റ് P രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കാരൂർ സ്മൃതി പ്രഭാഷണം സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ K കൃഷ്ണകുമാരി, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, നോവലിസ്റ്റ് സുനിത വിൽസൺ, സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ജനകീയ കൂട്ടായ്മയായ പ്ലാന്റ്സിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഹരിതകൊയ്ത്ത് എന്ന പേരിൽ കർഷക സംഗമവും കർമ്മശ്രേഷ്ഠ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. പ്ലാന്റ്സ് കൂട്ടായ്മ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കോർപ്പറേഷൻ കൌൺസിലർ റെജി ജോയ്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, സോയിൽ സർവേ ഓഫീസർ MA സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമരംഗത്തെ പുരസ്കാരത്തിന് TCB ക്യാമറമാൻ ഷിബി പോട്ടൂർ അർഹനായി. ഫൺ വിത്ത് മാവേലി എന്ന പരിപാടിയിലൂടെ മികച്ച വിനോദ പ്രോഗ്രാം ഡയറക്ടർക്കുള്ള പുരസ്കാരമാണ് ഷിബിക്ക് ലഭിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, AS ശ്രുതി, പ്രദീപ് ഉണ്ണി, പ്രജീഷ് ഭാസ്കർ തുടങ്ങിയവരെയും മാധ്യമ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ. മതിലകം ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. മതിലകത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് മതിലകം സെന്ററിലേക്ക് വൈകിട്ട് 5 മണിക്കുമാണ് ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളുടെ നീണ്ട നാളത്തെ ആവശ്യം പരിഗണിച്ച് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചാണ് മെഡിക്കൽ കോളേജിലെ ടോക്കൺ കൗണ്ടറിന്റെ അടുത്തുവരെ ബസ് എത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് ET ടൈസൺ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി, സുന്ദരൻ, MK പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നാട്ടുകാരാവശ്യപ്പെട്ട, നാട്ടുകാരാഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളം വാർഡിൽ വാർഡ് വികസന സമിതിയുടെയും കുടുംബശ്രീ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ സായ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ പരമേശ്വരൻകുട്ടി, ഗീതാറാണി, വികസന സമിതി അംഗങ്ങളായ TK ഹരിദാസൻ, സ്നേഹലത, സുധാ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ടാണ്
നാട്ടിക പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് KK, ജനപ്രതിനിധികളായ മണികണ്ഠൻ, റസീന ഖാലിദ്, സുരേഷ് ഇയാനി തുടങ്ങിയവർ സംസാരിച്ചു. വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ചേരമാൻ സുന്നി കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മിലാദ് ക്യാമ്പയിന് സമാപനം കുറിച്ച് ഗ്രാൻഡ് മൗലൂദ് സംഗമവും പൊതുസമ്മേളനവും നടന്നു. സംഗമത്തിൽ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ചേരമാൻ മഹൽ ഖത്തീബ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു. ഇമാം അബ്ദുൽ അസീസ് നിസാമി മദ്ഖ റസൂൽ പ്രഭാഷണം നിർവഹിച്ചു. ചേരമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് NA റഫീഖ്, ഹിഷാം അദ്നി, ഹാസിം സുഖരി, ബഷീർ പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നാം ആരംഭിക്കുന്നു. ദീനിന്റെ സഹകാരികളായി സഹായികളായി പടപെടുത്താൻ നമ്മെ അത് പ്രചോദിപ്പിക്കുന്നു. എന്ത് കൂടുതൽ മെമു ട്രെയിനുകളും കോച്ചുകളും വേണമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. ദേശീയ സംസ്ഥാന പാതകളിലും മറ്റ് പ്രധാന റോഡുകളിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും മൂലം റോഡ് ഗതാഗതം താറുമാറായി ഇരിക്കുകയാണ്. ഇക്കാരണത്താൽ ഒരുപാട് റോഡ് യാത്രക്കാർ ഇപ്പോൾ തീവണ്ടികളെയാണ് ആശ്രയിക്കുന്നത്. ഇതിനിടയിൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ റെയിൽവേ കോച്ചുകൾ കുറയ്ക്കുന്നുമുണ്ട്. ആവശ്യമായ മെമു കോച്ചുകൾ അടിയന്തരമായി തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി LDF എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു. പൂവത്തൂരിൽ നടന്ന സമാപന യോഗം CPI ജില്ലാ കൌൺസിൽ അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPM എളവള്ളി ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ്, CPI എളവള്ളി ലോക്കൽ സെക്രട്ടറി CK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഈ കേരളത്തിൽ ഇവിടെയല്ലാതെ എവിടെയുണ്ട് എന്ന ചോദ്യമല്ലേ നാം ചോദിക്കേണ്ടത്? കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉപജില്ലയിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല സാഹിത്യകാരൻ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ബിനു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് മണി, നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട്, CJ ദാമു, സിനിമോൾ, അനീസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ NH സാംസൺ തുടങ്ങിയവർ സംസാരിച്ചു. അത്യപൂർവമായ വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അവരോട് ഒരു വാക്ക് മാത്രമേ ഞാൻ പറയുന്നു. ഒരു കാര്യം, നമ്മൾ യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ പ്രതീകാത്മകമായി കാലനെയിറക്കി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. 3 വർഷമായി യാത്രാ ദുരിതം തുടരുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ അറ്റകുറ്റപ്പണി നടക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ഉദ്ഘാടനം ചെയ്തു. പൊതുമണ്ഡലം പ്രസിഡന്റ് N വിപിൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ PM ശരത്, E അഭിജിത്ത്, CB ദീപക്, കോൺഗ്രസ് നേതാക്കളായ രാജൻ വെട്ടത്ത്, PT ജയ്സൺ, TK വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തര ചെന്നൈ മലയാളീസ് അസോസിയേഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് എഴുത്തുകാരനും മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്റർ മുൻ സെക്രട്ടറിയുമായ കുമ്പളങ്ങാട് മങ്ങാട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അർഹനായി. 28-ന് ചെന്നൈ തങ്കം മാളികയിൽ നടക്കുന്ന നോക്മ ഓണാഘോഷ പരിപാടിയിൽ അവാർഡുകൾ സമ്മാനിക്കും. 40 വർഷത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് നോർത്ത് ചെന്നൈ മലയാളി അസോസിയേഷൻ ആജീവനാന്ത സേവന പുരസ്കാരം ഉണ്ണികൃഷ്ണന് നൽകുന്നത്.
എളവള്ളി നോർത്ത് മഹലിൽ ബ്രീസ ഔഫ് മദീന നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഹിദായ പള്ളിമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഗാ മൗലീദ് നടന്നു. ദുവ മസ്ലീദ് ഹുസൈൻ ജുമലൈലി തങ്ങൾ ചേലാരിയും മൗലീദ് മജ്ലിയും ഹാഷിം സഖാഫിയും അബ്ദുൾ വാഹിദ് നിസാമിയും നേതൃത്വം നൽകി. അനിമ്പൂർ വടക്കുംപുറം കരയോഗം കുടുംബസംഗമം സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ശശിധരൻ എന്നിവർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വടക്കുംപുറം പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം നന്ദ കിഷോർ, വാർഡ് മെമ്പർ സി വൃന്ദ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ കടങ്ങോട് മനപ്പടിക്ക് സമീപം അനധികൃതമായി വെട്ടുകല്ല് വെട്ടിക്കടത്തിയിരുന്ന 6 ടിപ്പർ ലോറികളും JCBയും ചെറുതുരുത്തി പോലീസ് പിടികൂടി. വരവൂർ താളത്തിൽ വീട്ടിൽ സെയ്തലവിയുടെ സ്ഥലത്തു നിന്നാണ് അനുമതിയില്ലാതെ വെട്ടുകല്ല് വെട്ടിക്കടത്തിയിരുന്നത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. വിലാപയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ കോഴിക്കോട് കോട്ടുള്ളിൽ. കാഞ്ഞിരക്കോട് വനംവകുപ്പ് കേസെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർത്താൽ എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം പുതിയതായി പണി കഴിച്ച സർവീസ് റോഡ് ഇടിഞ്ഞു. മേഖലയിൽ ഗതാഗതക്കുരുക്ക്. വാഹനങ്ങൾ കടത്തിവിടുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ. ദേശീയപാത ചെന്ത്രാപ്പിന്നിയിൽ ടിപ്പർ ലോറി ഇടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കൈപ്പമംഗലം സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.